ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണി പ്ലാന്റിന് സ്റ്റിക്ക് ഉണ്ടാക്കുന്നതാണ്. 3 ഐഡിയകളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പഴയ സോക്സ് ആണ്. ഇത് യൂണിഫോമിൻ്റെ ഒക്കെ കൂടെ ഇട്ടുകൊണ്ടിരുന്ന ഒരു പഴയ സോക്സ് ആണ്. ഇനി നമുക്ക് ഇതിന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പഴയ സോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെയൊക്കെയുള്ള ഗാർഡനിങ് ഐഡിയകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഒരു സ്റ്റിക്ക് എടുത്ത് ആ സോക്സിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഏറെ ചകിരിയാണ്. ചകിരിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാകുമല്ലോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ചകിരീനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഐഡിയകളാണ് ഇതൊക്കെ. ഇതുപോലെ നമുക്ക് ചകിരി ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി കൊടുക്കണം. ഷോക്സ് നിറച്ചും ചകിരി നിറച്ചെടുക്കണേ. നിങ്ങൾ മണി പ്ലാന്റിനെ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതുപോലെ നിറച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് നൂൽക്കമ്പി എടുക്കാം. ശേഷം ഇതിനെ ഒന്ന് ചുറ്റിക്കൊടുക്കണം. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. നൂൽക്കമ്പി ഇല്ലെങ്കിൽ ത്രെഡ് വെച്ച് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുത്താലും മതിയേ. സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ഒരു സ്റ്റിക്കാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ സ്റ്റിക്ക് ഉണ്ടാക്കാവേ. ഇനി നമുക്ക് മണി പ്ലാന്റിലോട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം. ഇതൊരു നാടൻ വെറൈറ്റി മണി പ്ലാന്റ് ആണ്. ഇത് ചട്ടിയിൽ വളർന്നു നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഓർത്ത് ഇതിനൊരു ചെറിയ സ്റ്റിക്കും കൂടെ സപ്പോർട്ടിന് കൊടുക്കാവുന്നേ. ഇതുപോലെ ഒന്ന് നമുക്ക് ചുറ്റിക്കൊടുക്കാം. നമ്മൾ വെറുതെ കളയുന്ന ഒരു സോക്സ് ഉപയോഗിച്ച് ചെയ്തതാണെന്ന് കണ്ടാൽ തോന്നില്ല. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കാണാൻ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ആ സ്റ്റിക്ക് വെച്ച ശേഷം ഒരു ത്രെഡ് വെച്ച് ആ മണി പ്ലാന്റിനെ ജസ്റ്റ് ഒന്ന് കെട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ ഐഡിയ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. ഇനി നമുക്ക് രണ്ടാമത്തെ ഐഡിയയിലോട്ട് പോകാം. രണ്ടാമത്തെ ഐഡിയക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു പൈപ്പിൻ്റെ പീസാണ്. ഇത് നമ്മൾ തുടയ്ക്കുന്നതൊക്കെ കമ്പിൻ്റെ ഒടിഞ്ഞു പോയതാണ്. ആ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ പൈപ്പ് ഇല്ലെങ്കിൽ PVC പൈപ്പിൻ്റെ കഷ്ണം എടുത്താലും മതി. ഇനി അതുമില്ലെങ്കിൽ സാധാ ഒരു സ്റ്റിക്ക് എടുത്താൽ മതി. അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റിക്ക് എടുക്കണേ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നെറ്റ് ആവശ്യമാണ്. ഇതൊരു പഴയ ഫ്രോക്കിൻ്റെയൊക്കെ നെറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ചട്ടിയിലോട്ട് കുത്തുന്ന ഭാഗം ഒഴിച്ച് ബാക്കി ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് ചകിരി ആവശ്യമാണ്. ഈ ചകിരീനെ നമുക്ക് ഇതിലോട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഏറെ ചകിരി ആവശ്യമാണ്. ഞാനൊരു വലിയ സ്റ്റിക്കാണ് ഇതിന് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏറെ ചകിരി വെച്ച് കൊടുക്കാം. ചകിരി എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഏറെ ചകിരി എടുക്കണേ. ഇതുപോലെയൊക്കെ സ്റ്റിക്ക് ഉണ്ടാക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് ചുറ്റി നല്ല ടൈറ്റിൽ സെറ്റാക്കി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഏത് മണി പ്ലാന്റ് ആണ് ഉള്ളത് കൂടുതലായിട്ടും ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് മണി പ്ലാന്റിന് വേണമെങ്കിലും നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ ചെയ്ത് കൊടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള മണി പ്ലാന്റുകളൊക്കെ സ്റ്റിക്കിലൊക്കെ കയറി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരിക്കുമേ. നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഞാൻ മുകളിൽ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുകളിലെ പീസും കൂടെ താഴോട്ടൊന്ന് ചുറ്റി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അത്രയും വലിപ്പമുള്ള നെറ്റേ ഉള്ളെങ്കിൽ അവിടുന്ന് ത്രെഡ് വെച്ച് കെട്ടിയാൽ മതി. ഞാൻ പിന്നെ ആ ബാക്കി വന്ന നെറ്റ് കട്ട് ചെയ്തില്ല. അതിനെ ഇതുപോലെ താഴോട്ട് ചുറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈറ്റ് ചെയ്യാൻ പാടാണ്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വളച്ച്
ടൈറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നൂലെടുത്ത് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇത് മുഴുവനായിട്ടും നമുക്ക് നൂലെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. നല്ല ഒരു വലുപ്പമുള്ള സ്റ്റിക്ക് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനം വെച്ച് ചെയ്തതാണെന്ന് ഇപ്പോൾ കണ്ടാൽ തോന്നില്ല. ഇനി നമുക്ക് മണി പ്ലാന്റിലോട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. മണി പ്ലാന്റിന് ഒന്നും സപ്പോർട്ട് നമ്മൾ വെറുതെ പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ കളയുന്ന വസ്തുക്കൾ വെച്ച് നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചട്ടിയിലോട്ട് ഒന്ന് ഇറക്കി കൊടുക്കാം. നിങ്ങൾ എന്തായാലും ഈ ഐഡിയ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇതിലേത് ഐഡിയ ആണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണേ. ഇതുപോലെ ഞാനൊന്ന് ആ വള്ളി ഇതിലോട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഈ ഐഡിയ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. വളരെ എളുപ്പത്തിൽ തന്നെ വലിയ ഒരു സ്റ്റിക്കാണ് കിട്ടിയത്. താഴത്തെ ചെടിയും നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കാം. നിങ്ങളൊരു മണി പ്ലാന്റ് ലവറാണോ എന്ന് പറയണേ. ചിലരുടെ വീട്ടിൽ മണി പ്ലാന്റ് മാത്രമേ വെക്കുകയുള്ളൂ. കാരണം അവർക്ക് മണി പ്ലാന്റ് വെള്ളത്തിലും മണ്ണിലുമായിട്ട് ഒത്തിരി ഉണ്ടാകും. പക്ഷെ വേറെ ചെടിയൊന്നും അവർക്ക് താല്പര്യമുണ്ടാവില്ലേ. അങ്ങനെയുള്ളവരാണോ നിങ്ങളെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇത് മുഴുവനായിട്ടും ചുറ്റിക്കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ഐഡിയയിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ മരുന്നിൻ്റെ കുപ്പികളാണ്. ഇത് കുട്ടിയുടെയൊക്കെ മരുന്നിൻ്റെ കുപ്പി ബാക്കി വരുന്നത് എടുത്തു വെക്കുന്നതാണ്. അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. ശേഷം നമുക്ക് ഇതുപോലെ ഒരു കമ്പി എടുത്ത് ചൂടാക്കി ഇതിൽ കുറേ ഹോൾസ് ഇട്ട് കൊടുക്കണേ. ഇതുപോലെ മുഴുവനായിട്ടും ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെറുതെ കളയുന്ന വസ്തുക്കളാണ്. ഇതൊക്കെ വെച്ച് നമുക്ക് പല ഐഡിയകളും ചെയ്യാൻ സാധിക്കുവേ. ഇനി നമുക്ക് ഒരു മണി പ്ലാന്റിൻ്റെ പോട്ടിൽ തന്നെ ഇതുപോലെ ഒരു കമ്പി കുത്തിക്കൊടുക്കാം. കുറച്ച് നീളമുള്ള കമ്പിയാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ വെച്ച് കൊടുത്ത ആ കമ്പിൻ്റെ സപ്പോർട്ടൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാവേ. ചെടി ഇപ്പോൾ ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല. നമുക്ക് സപ്പോർട്ട് ഉണ്ടാക്കിയ ശേഷം അതിനെ അതിലോട്ട് ചുറ്റിക്കൊടുക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ഏറെ ചകിരിയാണ്. ചകിരി നമുക്ക് ഇനി ഈ ബോട്ടിലോട്ട് നിറച്ച് കൊടുക്കണം. ഇതുപോലെ എടുത്ത് നമുക്ക് ബോട്ടിലിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ ഒന്ന് കയറ്റി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 6 ബോട്ടിലടുത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നിറച്ച് കൊടുക്കാം. ബാക്കിയുള്ള ബോട്ടിലുകളും നമുക്ക് ഇതുപോലെ കയറ്റി ഇതിലോട്ട് ചകിരി നിറച്ച് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ചെയ്തെടുക്കണം. ഇത് ഞാൻ മുഴുവനായിട്ടും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മണി പ്ലാന്റിൻ്റെ വള്ളിയെ ഇതിലോട്ടൊന്ന് കയറ്റിയ ശേഷം ഒന്ന് കെട്ടിക്കൊടുക്കാവേ. ബോട്ടിലിൽ ഹോൾസ് ഇടുന്നത് കൊണ്ട് തന്നെ ബോട്ടിലിൻ്റെ ഗ്ലേസിങ് ഇല്ലാതെ മണി പ്ലാന്റിന് പെട്ടെന്ന് പിടിച്ച് കയറാൻ പറ്റുവേ. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. നിങ്ങൾക്ക് ഇതിൽ ഏത് ഐഡിയ ആണ് കൂടുതലായിട്ടും ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായ ഗാർഡനിങ് ഐഡിയകളുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.